അപ്പൊ ഞാൻ ഒരു ദിവസം സുപ്രഭാതത്തിൽ അന്ന പടം ഡയറക്ട് ചെയ്തേക്കാമെന്ന് ചിന്തിച്ച ഒരാളല്ല. ഞാനത് അതിന് വേണ്ടിയിട്ട് എത്രയോ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. പക്ഷെ അത് ഈ കഥ ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വർക്കൗട്ട് ആവുമോ എന്നുള്ളതും ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും എന്നുള്ളതൊന്നും കണ്ടുകൊണ്ടല്ല നമ്മളത് ചെയ്തത്. നമ്മളുടെ ആ സമയത്ത് അതിനോടുള്ള കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ചിന്തിക്കുക, വേറെ രീതിയിലായിരിക്കും. നേരത്തെ പറഞ്ഞ മാതിരി കൗരവർ എന്നൊക്കെ പറഞ്ഞ പടം, അല്ലെങ്കിൽ ഇപ്പൊ താഴ്വാരം എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ എന്തൊരു അതിഗംഭീര സിനിമകൾ കണ്ടു വളർന്നൊരു സംഭവമാണ് എന്റെയൊക്കെ ജനറേഷൻ, എല്ലാവരും മലയാളത്തിൽ. അപ്പൊ അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ അഭിനയിക്കണം, നല്ല വർക്ക് നമ്മുടെ വരണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ആ വർക്കിന്റെ ഹെവിനെസ് ഭയങ്കരമാണ്. അത് ലാലേട്ടന്റെ പോലത്തെ ഒരാളൊക്കെ ഒരു പടം ഡയറക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കര ടൈം അതിൽ വേണം. അത് ഭയങ്കര വലിയ ജോലിയാണത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ കാണുന്ന സമയത്തൊക്കെ ഞാൻ ഇനി ഈ വഴിക്ക് സൈഡിൽ കൂടെ പോലും പോവില്ല എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഹായ്, ഹലോ, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. അപ്പം വെൽക്കം ടു സ്ക്രീൻ. ജോലിയോട്ടാ, ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം സിനിമകൾ കേവലം ഒരു പ്രോജക്റ്റുകൾ മാത്രമല്ലെന്നും താങ്കളുടെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് ഈയിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ട് വായിച്ചു. ഇപ്പൊ ആദ്യത്തെ സംവിധാന സംരംഭമൊക്കെ തിയേറ്റർ റണ്ണൊക്കെ കഴിഞ്ഞു പൂർത്തിയാക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിൽ എന്താ ഇപ്പൊ തോന്നുന്നത്? ആ എന്താ പറയാ, നമ്മുടെ ലൈഫിന്റെ ഓരോ ഭാഗം, അതിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം തീർന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പടം ഡയറക്ട് ചെയ്യാന്ന് പറയുന്നത്, ലാസ്റ്റ് 2 വർഷം ഞാൻ ഒരു പടം പോലും അഭിനയിച്ചിട്ടില്ല. ശരിക്കും മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല. തമിഴിൽ 2 പടം ചെയ്തു. അത് എന്റെ പടത്തിന്റെ എഡിറ്റൊക്കെ ലോക്ക് ആയതിനു ശേഷമാണ് ഞാൻ ചെയ്തത്. ഒരു ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി, വലിയൊരു ഹ്യൂജ് മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു ബിസിനസ്. അങ്ങനെ ഒപ്പം അതെന്റെ ഒരു ഏറ്റവും വലിയ പാഷൻ ആയിട്ടുള്ള, എന്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രിപ്പറേഷൻ ചെയ്തൊരു പരിപാടിയാണ് ആ സിനിമ. അപ്പൊ അങ്ങനെ ഒരു സിനിമ ഇറങ്ങി, അത് സക്സസ് ആയി എന്ന് പറയുന്നതിൽ ഭയങ്കര നന്ദിയാണ് തോന്നുന്നത്. ഇത്രയും വലിയൊരു റിസ്കിൽ നിന്ന്, എന്താ പറയാ, അതിന്റെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ ഇൻചാർജും അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തെന്നുള്ള ലെവലിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അങ്ങനെ ഒരു സിനിമ വർക്കൗട്ട് ആയതിലും ഇതിലും താങ്ക് ഗോഡ്. അതൊരു, എന്താ പറയാ, ആ ഒരു ഫീലാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം പണിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഗാങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഗുണ്ടകളാണെങ്കിലും പണ്ട് മുതലേ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇപ്പൊ അവരുടെ രൂപത്തിന്റെ ഒക്കെ കാര്യത്തില് ആ ടെംപ്ലേറ്റിലേക്കാണ് പൊതുവെ സിനിമ സംവിധായകരാണെങ്കിലും മേക്കേഴ്സ് ഒക്കെ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ പണിയിലേക്ക് വരുമ്പോഴത്തേക്കും ഗിരിയാണെങ്കിലും സംഘവും തങ്ങളെ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന, വളരെ ഒരു രൂപഭാവത്തിലൊക്കെ നല്ലൊരു ടിപ് ടോപ്പ് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. ഈ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു അതില്? അല്ല, അത് ആ സിനിമ തന്നെ ചിന്തിക്കുന്നത് എന്റെ ജോജു എന്ന് പറഞ്ഞൊരു നടന്റെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ്. മാസ് കൊമേഴ്ഷ്യൽ സിനിമ വേണം, ആ, ഈ നടൻ ഇങ്ങനെ ഒരു സിനിമ വേണം എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് അത്. ഇപ്പോ അത് നമ്മളുടെ നമ്മൾ പഠിച്ചതും നമ്മളുടെ എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് വർക്ക് ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതിന് റെഫറൻസുകൾ ഉണ്ടോ? ഞാൻ സഞ്ചരിച്ച ജീവിതത്തിൽ കണ്ട പല പല കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ എല്ലാം ഉണ്ടാവാതിരിക്കാം. ഭൂരിഭാഗം ഫിക്ഷനാണ്, ഉണ്ടാക്കിയതാണ് അതില്. കാരണം അതൊരു സിനിമ എന്നുള്ള ലെവലിൽ, എന്താ പറയാ, ഇപ്പൊ നമ്മള് ഡയറക്ട് ഫ്രം ഇൻസ്പയർഡ് ഫ്രം ലോട്ട് ഓഫ് തിങ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതൊരു വെരി പ്ലാൻഡ് അറ്റംപ്റ്റ് ആണ് ആ പടം. അതുപോലെ തന്നെ ഇപ്പം അതിലേക്ക് വരുമ്പോഴും സാധാരണഗതിയിൽ ഗാങ്സ്റ്റേഴ്സിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു സംഘം ആൾക്കാർ അവരുടെ ഒപ്പം ഉണ്ടെങ്കിലും ഒരു ലോൺ വുൾഫ് പേഴ്സോണ അവർക്ക് കൊടുക്കാറുണ്ട് പൊതുവെ. പക്ഷെ ഇവിടെ ഗിരിക്കൊരു ഫുൾ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അയാളുടെ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേവലം അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് അല്ല, കോളേജ് കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. അവരൊരു കുടുംബം പോലെയാണ്. അങ്ങനെ അതൊരു അൺകൺവെൻഷണൽ അല്ലേ ശരിക്കും? അത് ആ ഒരു തോട്ടിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇതെല്ലാം തന്നെ നമ്മളുടെ ഏഹ്, ഒരു കഥ ഉണ്ടായി വരുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഉണ്ടായി വരുമ്പോൾ, ആ സിനിമയോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് അതെല്ലാം. ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ അത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടാവുന്ന ഒരു ഡിസിഷനാണ് അത്. ഈ രീതിയിലാണ് അതൊരു എസ്തെറ്റിക്സ്, നമ്മുടെ ഒരു എസ്തെറ്റിക്സ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അങ്ങനെ അതല്ലാതെ ഒരു, ഞാൻ പറഞ്ഞു, ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇതൊരു വലിയൊരു ജോലിയാണ്.
അപ്പൊ ഞാൻ ഒരു ദിവസം സുപ്രഭാതത്തിൽ അന്ന പടം ഡയറക്ട് ചെയ്തേക്കാമെന്ന് ചിന്തിച്ച ഒരാളല്ല. ഞാനത് അതിന് വേണ്ടിയിട്ട് കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. പക്ഷെ ഈ കഥ ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കഥ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇങ്ങനെ ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള ആംഗിളിൽ ചിന്തിച്ച് ചെയ്തൊരു സിനിമയാണത്. അപ്പൊ അത് അതിന്റെ ധർമ്മം അത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ എടുത്ത എഫേർട്ടിനുള്ള ധർമ്മം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന് നമ്മുടേതായ രീതികൾ, നമ്മുടേതായ കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ചു. നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതിൽ പരിമിതികൾ ഉണ്ടെങ്കിൽ അത് എന്റെ ലിമിറ്റേഷൻസ് ആണ്. അത് നന്നായിട്ടുണ്ടെങ്കിൽ താങ്ക് യു. നമ്മൾ അത്ര അതിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം പഴയ ജോഷി സാറിന്റെ കൗരവർ സിനിമയുടെ ഒരു ഡയലോഗ് ഉണ്ട്. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും അവർക്കൊന്നും അല്ലായിരുന്നു. അപ്പൊ ഗിരിയും ഗ്യാങ്ങിനും കാണുമ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. മലയാളത്തിൽ അങ്ങനെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഗാങ്സ്റ്റർ ആക്ഷൻ ക്രൈം ഫിലിംസ് ഏതൊക്കെയാണ് ചോദിച്ചോട്ടെ, പെട്ടെന്ന് ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് മലയാളത്തിലെ പ്രിയൻ സാർ ചെയ്തിട്ടുള്ള ആര്യനും അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കൗരവർ, രാജീവേട്ടന്റെ പടങ്ങള് ഒരുപാടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്യാങ്സ്റ്റർ പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ നമുക്ക് ഇഷ്ടമാണ്, ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പൊ ഇത് എന്റെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഇന്ന പോലത്തെ ഒരു പടം ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിനെ അവിടെ കൊണ്ടുവരുന്നു. അതിനെ ഞാൻ എന്റേതായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ വെരി പ്ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പ്രിപ്പയർഡ് ആൻഡ് പ്ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, നല്ലൊരു ടീമിന്റെ ഒപ്പം. അപ്പൊ അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളതും ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും എന്നുള്ളതൊന്നും കണ്ടുകൊണ്ടല്ല നമ്മളത് ചെയ്തത്. നമ്മളുടെ ആ സമയത്ത് അതിനോടുള്ള കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ചിന്തിക്കുക, വേറെ രീതിയിലായിരിക്കും. അതിനെ അതിനെ ന്യായീകരിക്കാനോ അത് ഭയങ്കര ഒരു പരിപാടിയാന്ന് പറയാനോ നമുക്ക് പറ്റത്തില്ല. നമ്മളുടെ ലിമിറ്റേഷൻസ്, നമ്മളുടെ കാര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു വർക്കാണത്. ഒരു സംവിധായകനായ ശേഷം ഇപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമയില് ജൂനിയർ ആർട്ടിസ്റ്റും നടൻ, സ്വഭാവ നടൻ, പിന്നീട് നായകൻ, ഇങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ്. സംവിധായകനായപ്പോഴത്തേക്കും സിനിമയെ കുറിച്ചൊരു എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഇൻ ദ സെൻസ് ദാറ്റ് സിനിമ ഇങ്ങനെയും കൂടെ ആയിരുന്നല്ലേ എന്നുള്ള ഒരു പഠനം ഉണ്ടായിട്ടുണ്ട്, ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അല്ല, സംവിധാനം ചെയ്തിട്ട് പഠിച്ച ഒരാളല്ല ഞാൻ. സംവിധായകനാവാൻ വേണ്ടി അതിനു മുമ്പേ പഠനം തുടങ്ങി. അല്ലാതെ പടം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ലൊക്കേഷൻ ചെന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കേണ്ടവരില്ലേ. അപ്പൊ നമുക്ക് അത് നേരത്തെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു എക്സിക്യൂഷനാണ് ഇപ്പൊ കണ്ട പടം എന്നുള്ളത്. എന്തായിരുന്നു? ഇല്ല പറഞ്ഞോ, ചോദിച്ചോ. അല്ല, ഒരു 5 കൊല്ലം മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഗ്രഹിച്ചതിന്റെ, അതായത് ഒരു ചെയ്യാൻ ആഗ്രഹിച്ചതിന്റെ 10% പോലും ഇപ്പോഴും ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നില്ല ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. ഇന്ന് ജോജു ജോർജ് എന്ന അഭിനേതാവിനെ കുറിച്ച് താങ്കൾ തന്നെ ഒരു സ്വരം വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ എവിടെ എത്തിയിരുന്നു? അങ്ങനെ പറയാം, എനിക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ ചെയ്ത വർക്കിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇനിയും ബെറ്റർ ആവാനായിട്ടുള്ള സ്പേസുകളും ഒരുപാട്. ഒരു ആർട്ട് എപ്പോഴും അതിന്റെ ഡീറ്റെയിലിംഗ് കൂടുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി. ഇപ്പൊ നമ്മളൊരു പിക്ചർ കാണുമ്പോഴും സിനിമ കാണുമ്പോഴും അത് ഡീറ്റെയിലിംഗ് ആണല്ലോ അതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ഞാൻ ചെയ്യുന്ന അഭിനയങ്ങൾക്ക് എത്രത്തോളം ഡീറ്റെയിലിംഗ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നോ, എന്റെ കഥാപാത്രത്തെ ഒരു പ്രേക്ഷകന് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണല്ലോ. അപ്പൊ അത് മാക്സിമം കൂട്ടി കൊണ്ടുവരാനും അതിനു വേണ്ടിയുള്ള പഠനങ്ങളുമാണ് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഒരു തവണ ചെയ്തതല്ലല്ലോ പിന്നെ ചെയ്യാൻ പോകുന്ന ഒരു പടം വേറെ കഥയാണ്. അപ്പൊ അത് റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ നമ്മൾ അഭിനയിക്കുന്നത് മാക്സിമം ശ്രമിക്കുന്നു. ഇനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി 100% ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ലിമിറ്റേഷൻസ് മാത്രമാണ്. ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതില് ഇപ്പോഴും ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ് നമ്മളെ വർക്കിന്റെ കാര്യത്തില്. കാരണം അത് അത്രയും സ്നേഹത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നല്ല സ്ക്രിപ്റ്റുകൾ കിട്ടണേ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അത് മാത്രമാണ് ആഗ്രഹം. നല്ല സ്ക്രിപ്റ്റുകൾ കിട്ടണം അഭിനയിക്കാൻ. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി കൗരവർ എന്നൊക്കെ പറഞ്ഞ പടം, അല്ലെങ്കിൽ ഇപ്പൊ താഴ്വാരം എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ എന്തൊരു അതിഗംഭീര സിനിമകൾ കണ്ടു വളർന്നൊരു സംഭവമാണ് എന്റെയൊക്കെ ജനറേഷൻ എല്ലാവരും മലയാളത്തിൽ.
അപ്പൊ അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നല്ല ക്വാളിറ്റിയുള്ള സിനിമകളിൽ അഭിനയിക്കണം, നല്ല വർക്ക് നമ്മുടെ വരണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബാറോസിന് ശേഷം ലാലേട്ടൻ മറ്റൊരു സിനിമ സംവിധാനം ചെയ്യാൻ സാധ്യതയില്ലെന്ന് സന്തോഷ് ശിവൻ സാർ ഈ അടുത്ത് ഒരു പറഞ്ഞിരുന്നു ഒരു ഇന്റർവ്യൂവില്. സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് താങ്കളുടെ ഒരു അനുഭവം എന്തായിരുന്നു? ഇനി ഒരു ജോജു ജോർജ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ നമുക്ക് എപ്പോ പ്രതീക്ഷിക്കാം? അല്ല, ആ വർക്കിന്റെ ഹെവിനെസ് ഭയങ്കരമാണ്. അത് ലാലേട്ടന്റെ പോലത്തെ ഒരാളൊക്കെ ഒരു പടം ഡയറക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കര ടൈം അതിൽ വേണം. അത് ഭയങ്കര വലിയ ജോലിയാണത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ കാണുന്ന സമയത്തൊക്കെ ഞാൻ ഇനി ഈ വഴിക്ക് സൈഡിൽ കൂടെ പോലും പോവില്ല എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഞാൻ ആദ്യമേ തന്നെ ആ, കുറച്ച് കഥകളും സ്ക്രിപ്റ്റുകളും ഒക്കെ ചിന്തയിലുണ്ടായിരുന്നു, ഇന്ന പോലത്തെ പടം ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് നല്ല രീതിയിലൊക്കെ എല്ലാം സാഹചര്യങ്ങൾ ഒത്തുവരുവാണെങ്കിൽ ചെയ്യും. അങ്ങനെ നല്ല സിനിമ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചേട്ടാ. പണ്ട് താങ്കൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ആദ്യമൊക്കെ സ്ക്രീനിൽ മുഖം കാണിക്കണമെന്നായിരുന്നു ആഗ്രഹം, പിന്നെ ഒരു ഡയലോഗ് പറയണമെന്നായിരുന്നു, പിന്നെ കുറച്ചും കൂടെ വലിയൊരു ഡയലോഗ്, പിന്നെ ഒരു കൂടുതൽ നല്ല സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യുക, അങ്ങനെ ഓരോ സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം തന്നെ താങ്കൾ ഇതിനോടകം നേടിയെടുത്തിട്ടുണ്ട്, താങ്കൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ. ഇപ്പോ എന്താണ് ജോർജ് ജോർജിന്റെ അടുത്ത സ്വപ്നം? ആ സിനിമ ഇനി കൂടുതൽ നല്ല സ്ക്രിപ്റ്റുകളിൽ അഭിനയിക്കണം. ആ, നല്ല സിനിമകൾ, നല്ല ആക്ടേഴ്സിനെ വെച്ചിട്ട് നല്ല സിനിമകൾ ഡയറക്റ്റ് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ആ സിനിമയുമായി ബന്ധപ്പെട്ടതല്ലാതെ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അത് വലിയ ഉത്തരവാദിത്വമാണ് അത്. കാരണം നമ്മളൊരു ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇപ്പൊ ഒരു പണി ചെയ്തു, അത് അതിലും ബെറ്റർ ആയിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിലും ബെറ്റർ ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള മനുഷ്യനായി മാറണം ആദ്യം. അല്ലെങ്കിൽ അല്ലേ, അതിലും നല്ല നമ്മളുടെ, ഞാൻ ഇപ്പൊ എപ്പോഴും പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മളുടെ പേഴ്സണൽ റിയാലിറ്റീസ്. എന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. അപ്പൊ അടുത്തൊരു ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും പഠിക്കണം. അല്ലാതെ അഭിനയിക്കാനും പറ്റത്തില്ല. വീണ്ടും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ കൂടുതൽ കൂടുതൽ ചെയ്യണം. കാരണം ഇവിടെ വിജയമുള്ളവർക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ നമുക്ക് അപ്പോ അത് ലൈഫിന്റെ ഒരു സർവൈവൽ മൂഡാവും. വളരെ, ഞാനൊക്കെ ഒരു നായകൻ വേഷം ചെയ്യുമ്പോൾ ഒരു രണ്ട് പടം പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു കത്തിക്കല്. അവരുടെ ബിസിനസ്സും കാര്യങ്ങളും അതിന്റെ പ്രൊഡക്ഷന്റെ ഇതെല്ലാം വലിയ പ്രശ്നമാണല്ലോ. അപ്പൊ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിക്കും മാക്സിമം. അങ്ങനെ തന്നെ പോകുന്നു. അതല്ലാതെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി അത് ചെയ്യല്ലേ, അങ്ങനെയുള്ള ലൈഫിന്റെ ഒരു സിറ്റുവേഷനിലൊന്നും അല്ല ഞാൻ. സെറ്റിൽ ഡൗൺ ആയിട്ടിരുന്നിട്ട് ഓരോരോ സ്വപ്നങ്ങൾ എടുത്ത് ഇല്ല. ഇതിപ്പോഴും ലൈഫ് സ്റ്റിൽ ഒരു സർവൈവൽ മൂഡിൽ വിജയങ്ങൾ ഉണ്ടാക്കേണ്ടത് ആവശ്യകതയായിട്ട് തോന്നുന്ന ഒരാൾ മാത്രം. താങ്ക്സ് അലോട്ട് ജോർജ് ചേട്ടാ. അപ്പം ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. താങ്ക് യു. താങ്ക് യു.